കോഴിക്കോട് അരീക്കോട് KSEB ജീവനക്കാരന് മർദ്ദനം. പണമടയ്ക്കാത്തതിനെ തുടർന്ന് വൈദ്യുതി വിച്ഛേദിക്കാൻ എത്തിയ KSEB ജീവനക്കാരനെയാണ് മർദ്ദിച്ചത്. അരീക്കാട് സെഷനിലെ KSEB ജീവനക്കാരനായ റിയാസിനാണ് നല്ലളം ബസാറിലെ വീട്ടിൽ നിന്നും മർദ്ദനമേറ്റത്. ഡിസ്കണക്ഷൻ തീയതി കഴിഞ്ഞിട്ടും പ്രതി ജുനീഷിന്റെ വീട്ടിൽ വൈദ്യുതി ബിൽ അടച്ചിരുന്നില്ല. മൊബൈൽ ഫോൺ വഴിയും നേരിട്ടും വീട്ടിലെത്തിയും ഉദ്യോഗസ്ഥർ തുകയടയ്ക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ജുനീഷ് തയ്യാറായില്ല. പണമടയ്ക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ധിക്കാരപരമായാണ് സംസാരിച്ചതെന്ന് റിയാസ് പറഞ്ഞു. 11-ാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഡിസ്കണക്ഷൻ ഇറങ്ങുന്നത്. അപ്പോൾ 11-ാം തീയതി നമ്മളവരെ അദ്ദേഹത്തെ വിളിച്ചു. ബില്ലടച്ചില്ല, ഡിസ്കണക്ട് ആവുമെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തെ അവിടെ നിന്ന് തന്നെ ഫോൺ വിളിച്ച് നമ്മൾ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ഉച്ചയ്ക്ക് അടയ്ക്കാമെന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് നമ്മൾ വിളിച്ച സമയത്ത് വൈകിട്ട് അടയ്ക്കാമെന്ന് പറഞ്ഞു. വൈകിട്ടും വരാത്തപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ മുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ ചോദിക്കും, ഇത്രയും വലിയ പൈസ ഉണ്ടായി നിങ്ങൾ ഡിസ്കണക്ട് ചെയ്തില്ലെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ വിളിച്ച അദ്ദേഹത്തെ ഓഫീസിൽ വരുത്തി ഇന്ന് രാത്രി തന്നെ അത് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞു. 13-ാം തീയതി രാവിലെ ആയിട്ടും അദ്ദേഹം ഇത് ബില്ലടച്ചിട്ടില്ല. എനിക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ തന്നെ പോയിട്ട് അത് കട്ട് ചെയ്ത് വെക്കാം, ബില്ലടച്ചിട്ട് കൊടുത്താൽ മതിയാണ്. നമ്മൾ വിളിച്ചു പറഞ്ഞ ആളുടെ പറഞ്ഞു ഡിസ്കണക്ട് ചെയ്യാൻ എൻ്റെ വീട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ കാലമായിട്ട് നിങ്ങൾ തിരിച്ചു പോകില്ല എന്ന് പറഞ്ഞു. പോയി നമ്മൾ വീട്ടിൽ സിറ്റൗട്ടിൽ ഇരിക്കുന്ന ആളോട് വിവരം പറഞ്ഞു. ആളല്ല വേറെ ആളുണ്ടായിരുന്നു അവിടെ. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് കടന്നു വരികയും നിങ്ങൾ അത് കട്ട് ചെയ്ത് നിങ്ങൾ തിരിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു ബില്ലടയ്ക്കാണ് നമുക്ക് ഇപ്പം തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. ബില്ല് എനിക്ക് സൗകര്യമുള്ള പടയ്ക്കും, നിങ്ങളിപ്പോൾ സാധനം ഇട്ടിട്ട് നിങ്ങൾ തിരിച്ചു പോയാൽ മതി. അദ്ദേഹം മൊബൈൽ അദ്ദേഹം പിടിച്ചെടുക്കുകയും എൻ്റെ കഴുത്തിന് പിടിച്ച് ചെസ്റ്റിന് ഇടിക്കുക ചെയ്തു. അപ്പോൾ ഞാൻ ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് ശ്വാസതടസ്സം നേരിട്ടു. ഞാൻ പുറകോട്ട് വീഴാൻ. അപ്പോൾ എൻ്റെ കൂടെ വന്നാടെ എന്നെ പിടിക്കാനാണ് ശ്രമിച്ചത്. ഇദ്ദേഹം ആ തക്കത്തിന് വീട്ടിൽ കയറി വാതിലടച്ചു. മേലുദ്യോഗസ്ഥന്റെ ഉത്തരവ് പ്രകാരം കണക്ഷൻ വിച്ഛേദിക്കാൻ എത്തിയപ്പോഴാണ് റിയാസിന് നേരെ ആക്രമണമുണ്ടായത്. സംഭവത്തിൽ ജുനീഷിനെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അതേസമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ ആക്രമിച്ചതിനെതിരെ KSEB സംയുക്ത ട്രേഡ് യൂണിയൻ പ്രതിഷേധിച്ചു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.